കോഴിക്കോട് ജില്ലയിൽ ഏകോപനമില്ലാതെ ഫയർഫോഴ്സ്. ജില്ലാ ഫയർ ഓഫീസറിനെ സഹായിക്കാൻ ഓഫീസേഴ്സ് തസ്തികയില്ല. ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് ഫയർ ഓഫീസർ തസ്തിക സൃഷ്ടിക്കാനുള്ള ശുപാർശ നടപ്പാക്കിയിട്ടില്ല. കോഴിക്കോട് തീപിടുത്തത്തിൽ 8 സ്റ്റേഷനുകളിലെ ഫയർഫോഴ്സ് ജീവനക്കാരെ നിയന്ത്രിച്ചത് ജില്ലാ ഫയർ ഓഫീസർ ഒറ്റയ്ക്കാണ്. കോഴിക്കോട് തീപിടുത്തത്തിൽ ഏകോപനത്തിൽ വീഴ്ച വന്നതായി വിമർശനം അന്ന് ഉയർന്നിരുന്നു. വി എസ് രഞ്ജിത്ത് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വി എസ് രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. വി എസ് രഞ്ജിത്ത്, രാവിലെ എങ്ങനെയുണ്ട് കാലാവസ്ഥ? ഫയർഫോഴ്സിന് കുറച്ചു കാലത്തേക്ക് തീയുടെ കാര്യത്തിൽ വിശ്രമിക്കാമെന്ന് തോന്നുന്നു അല്ലേ? അല്ല, മഴക്കാലവും ഫയർഫോഴ്സിന് വിശ്രമിക്കാൻ പറ്റില്ല. മണ്ണിടിച്ചിലും തീയുടെ കാര്യത്തിൽ വിശ്രമിക്കാം. ഇനി വെള്ളവുമായിട്ടായിരിക്കും വിശ്രമമില്ലാത്ത കാലമാണ്. തീയുടെ കാര്യത്തിൽ വിശ്രമിക്കാം. അതെ അതെ, വെള്ളവും വെള്ളപ്പൊക്കവും ഒക്കെ ആയിരിക്കും. അതെ, അതേലും അഗ്നിശമന സേനാ വിഭാഗം എന്ന് പറയുന്നത് അവർ മറ്റ് റെസ്ക്യൂ ടീമുകൾ കൂടിയാണ്. അവിടെയാണ് ഇനിയിപ്പോൾ ഒരു പ്രളയകാലം കൂടി വരാൻ പോകുകയാണ്, അല്ലെങ്കിൽ മഴക്കാലം കൂടി വരാൻ പോകുമ്പോൾ വി സഞ്ജിത്തിന്റെ വാർത്തയ്ക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട്. എന്താണ് ഫയർഫോഴ്സിൽ സംഭവിക്കുന്നത്? വേണ്ടത്ര ഏകോപനത്തിന് ആൾ ബലമില്ലേ? ഇത് കോഴിക്കോട് ജില്ലയിലെ മാത്രം കാര്യമല്ല ഡോക്ടർ അരുൺകുമാർ. ജില്ലാ ഫയർ ഓഫീസർമാർ കഴിഞ്ഞാൽ പിന്നെ സ്റ്റേഷൻ ഓഫീസർമാർ മാത്രമാണ് ഓരോ ജില്ലയിലും ഉള്ളത്. അതായത് നമ്മുടെ പോലീസിലെ DYSP റാങ്ക്, അസിസ്റ്റന്റ് കമ്മീഷണർ, DYSP പോലുള്ള ഒരു മിഡിൽ ലെവൽ റാങ്കിങ് ഇതുവരെ ഫയർഫോഴ്സിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, 1960 ഫയർഫോഴ്സ് നിലവിൽ വരുന്നത്. അന്ന് 60 സ്റ്റേഷനുകൾ അങ്ങാണ്ട് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ഇരട്ടി സ്റ്റേഷനുകളുണ്ട്. എന്നിട്ടും ഇപ്പോഴും ഒരു ഫയർ ഓഫീസർ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രൊമോഷൻ തസ്തിക എന്ന് പറയുന്നത് ജില്ലാ ഫയർ ഓഫീസർ മാത്രമാണ്. ഇതിനിടയിൽ ഒരു മിഡിൽ ലെവൽ തസ്തിക ഇല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വലിയ തീപിടുത്തം ഉണ്ടാവും, ഒരു മണ്ണിടിച്ചിലുണ്ടാവുന്ന സമയത്ത് ഈ ഫയർ സ്റ്റേഷനുകളെ, ഇപ്പോൾ കോഴിക്കോട് 8 ഫയർ സ്റ്റേഷനുകളിൽ നിന്നായി ഫയർമാൻമാർ അവിടേക്ക് വന്നു. പക്ഷേ അവിടെ എത്തുന്ന ഫയർമാൻമാർ ഒരൊറ്റ കമാൻഡിംഗ് ഓഫീസർ മാത്രമാണുള്ളത്. അത് ജില്ലാ ഫയർ ഓഫീസർ മാത്രമായിരിക്കും. ഇവരെ നിയന്ത്രിക്കാൻ, ഇവർക്ക് വെള്ളം നിറയ്ക്കാനും ഇവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ഒക്കെ ഒരു മിഡിൽ ലെവൽ ഓഫീസർ ഒരിക്കലും ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഒരു മിഡിൽ ലെവൽ ഓഫീസർ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫയർഫോഴ്സ് ഒരു ശുപാർശ കൊടുത്തിട്ട് വർഷങ്ങളോളമായി. ഇപ്പോൾ പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് അത് വീണ്ടും കൊടുക്കുകയും മന്ത്രിസഭയുടെ അംഗീകാരം കാത്തു കിടക്കുകയാണ്. 18 തസ്തികകൾ സൃഷ്ടിച്ച് ഈ ഏകോപനം വർദ്ധിപ്പിക്കണം എന്നുള്ളതായിരുന്നു ആ ശുപാർശ. ആ ശുപാർശ നടപ്പായില്ല. കോഴിക്കോട് തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു ശുപാർശ വീണ്ടും ചർച്ചയാവുകയാണ്. കാരണം ഇത്തരത്തിൽ വലിയ സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരു ജില്ലാ ഫയർ ഓഫീസർ വേണം മുഴുവൻ സ്റ്റേഷനുകളിലെയും ഫയർ ഓഫീസർമാരെ വിളിച്ചു വരുത്താനും അവരെ നിയന്ത്രിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ഒക്കെ. അപ്പോൾ ഒരു മിഡിൽ ലെവൽ ഓഫീസർമാർ, അത് നമ്മുടെ പോലീസിലുള്ള പോലെ തന്നെ ഫയർഫോഴ്സിലും വേണം എന്നുള്ളതാണ് ആവശ്യം. തീർച്ചയായിട്ടും ആൾബലം വേണം, ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കുഴയും. താങ്ക് യു വി എസ് രഞ്ജിത്ത്.